ലഹരിക്കടത്ത് കേസിൽ കസ്റ്റഡിയിലിരിക്കെ രക്ഷപ്പെട്ട കബഡി താരത്തിനെ നെടുമ്പുഴ പോലീസ് പിടികൂടി. തൃശൂർ മനക്കൊടി സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ ആൽവിനെയാണ് നെടുമ്പുഴ പോലീസ് പൊന്നാനിയിൽ നിന്നും പിടികൂടിയത്. നെടുമ്പുഴയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നതിനിടെയാണ് ആൽവിൻ പോലീസിന്റെ പിടിയിലായത്. 40 കിലോഗ്രാം കഞ്ചാവും 70 ഗ്രാം MDMA-യും അന്ന് ഇയാളിൽ നിന്ന് പിടികൂടിയിരുന്നു. മാർച്ച് 29-ന് തെളിവെടുപ്പിനായി ബാംഗ്ലൂരുവിൽ എത്തിച്ചപ്പോഴാണ് പോലീസിനെ വെട്ടിച്ച് ഇയാൾ കടന്നുകളഞ്ഞത്. സംസ്ഥാന കബഡി താരമായിരുന്ന ഇയാൾ തൻ്റെ വിപുലമായ സൗഹൃദ ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് ലഹരി കച്ചവടം നടത്തിയിരുന്നത്. വാക്ചാതുര്യം കൈമുതലാക്കി നിരവധി വിദ്യാർത്ഥികളെ ആൽവിൻ ഇത്തരത്തിൽ ലഹരിക്കടത്തുകാരാക്കിയിട്ടുണ്ട്. ഇയാളുടെ ലഹരിക്കടത്തിന് അമ്മയുടെയും ഒരു സഹോദരൻ്റെയും പിന്തുണയും ഉണ്ടായിരുന്നു. സാമ്പത്തികമായി ദയനീയാവസ്ഥയിലാണെന്ന് നാട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ആൽവിൻ. സ്വന്തമായി കാറും നിരവധി ബൈക്കുകളും തൻ്റെ 21-ാം വയസ്സിൽ തന്നെ ഇയാൾ സ്വന്തമാക്കിയിരുന്നു. ലഹരിക്കടത്തിൻ്റെ പണമാണ് ആൽവിൻ ആഡംബര ജീവിതത്തിന് ഉപയോഗിച്ചിരുന്നത്. തെളിവെടുപ്പിനെത്തി മുറിയിൽ ഉറങ്ങുന്ന സമയത്താണ് ഇയാൾ പോലീസിനെ വെട്ടിച്ച് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. 3-ാം നിലയിൽ നിന്ന് പൈപ്പ് വഴി ഇറങ്ങിയാണ് ഇയാൾ രക്ഷപ്പെട്ടത്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് പിന്നാലെ ഇയാളെ സഹായിക്കാൻ നാട്ടിലുള്ള ബന്ധുക്കളും എത്തി. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വിവരം ആൽവിൻ വഴിയാത്രക്കാരൻ്റെ മൊബൈലിൽ നിന്നാണ് ബന്ധുവിനെ അറിയിച്ചത്. ബന്ധു ഇയാൾക്ക് പണം അയച്ചു കൊടുത്തു. ഇതിന് പിന്നാലെയാണ് സഹോദരനും സുഹൃത്തുക്കളും ബംഗളൂരുവിൽ എത്തിയത്. സഹോദരനും സുഹൃത്തുക്കളും കൊണ്ടുവന്ന കട്ടർ ഉപയോഗിച്ചാണ് കാൽവിലങ്ങ് മുറിച്ചു മാറ്റിയത്. തുടർന്ന് തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിൽ ആൽവിനെ കേരളത്തിലേക്ക് എത്തിച്ചു. തളിക്കുളം, കോഴിക്കോട്, പൊന്നാനി എന്നിവിടങ്ങളിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പൊന്നാനിയിൽ വെച്ചാണ് ആൽവിൻ പോലീസിന്റെ പിടിയിലായത്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കേസ് ഹൊസൂർ സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലഹരി കച്ചവടത്തിലൂടെ ഇയാൾ സമ്പാദിച്ച സ്വത്ത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്നും അവ കണ്ടുകെട്ടുമെന്നും പോലീസ് അറിയിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.